അങ്ങനെ ഈ വർഷത്തെ ഏറ്റവും ഗംഭീര സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നിറഞ്ഞ സദസ്സിൽ ഞങ്ങളുടെ നാട്ടിലെ പുതിയ തിയേറ്ററായ മാജിക് ഫ്രെയിംസിലാണ് ഞാൻ ഈ പടം കണ്ടത്. 4K ദൃശ്യമികവിൽ ഭീഷ്മർ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ നൽകുന്ന കുറേയധികം മനോഹരമായ ആൽബം സോങ്സ് സമ്മാനിച്ച ഈസ്റ്റ് കോസ്റ്റ് വിജയൻ രചനയും സംവിധാനവും ഒപ്പം നിർമ്മാണവും നിർവഹിച്ച പടമാണിത്. അഭിനയിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സാജു ശ്രീധർ, ഉണ്ണി ലാലു, ദിവ്യ പിള്ള തുടങ്ങിയവരാണ്. അപ്പോ ഈ സിനിമയെ കുറിച്ചാണെന്ന്. നമ്മുടെ നായകൻ പച്ചക്കറി കടക്കാരനായ മുരുകന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പഴയ കാമുകി ഭർത്താവിനൊപ്പം ജീവിച്ചു വരികയാണ്. ഈ ഭർത്താവ് എന്നും പൂർവ്വ കാമുകിയെ എടുത്തിട്ട് കുമ്മുന്നത് കണ്ട് മുരുകൻ രാവിലെയും വൈകിട്ടും കരയും. അതിന്റെ വിഷമത്തിൽ കഴിയുന്ന മുരുകന്റെ ജീവിതത്തിലേക്ക് അരവിന്ദൻ വലിഞ്ഞു കയറി വന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഞാൻ ഈ പടം കാണാനായിട്ട് ഇറങ്ങിയപ്പോഴേ എന്റെ നെഫ്യൂ വന്നിട്ട് അവനും പടത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനും കൂടെ കൂട്ടി. പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, അവനും വന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പടം കണ്ട് തിരിച്ചു വീട്ടിൽ വന്നിട്ട് അവൻ പിന്നെ എന്നോട് മിണ്ടിയിട്ടേ ഇല്ല. മേലിൽ എന്റെ കൂടെ ഒരു പടത്തിനും പോകില്ല എന്നാണ് അവൻ അവന്റെ അമ്മയോട് പറഞ്ഞെന്ന് കേട്ടു. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്റെ ജോലി അത്ര എളുപ്പമല്ല, വലിയ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെന്ന് അവൻ കൂടി അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി ഞാൻ മനഃപൂർവ്വം ഈ പടം കൊണ്ടുപോയി കാണിച്ചതാണ്. പക്ഷെ അവനത് പേഴ്സണലായിട്ട് എടുത്ത് തന്നെ ഇപ്പോൾ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. പോട്ടെ, പടം കണ്ട് തീരാറായപ്പോ ഞാനിങ്ങനെ ഈ സിനിമയ്ക്ക് എന്തിനാ ഇങ്ങനെ ഒരു പേരിട്ടെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോ ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്ന പോലെ അതിനൊരു കണക്ഷനൊക്കെ ഒപ്പിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഷാജി പാപ്പന്റെ ഡയലോഗ് ഓർമ്മ വന്നത്. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കണാവുകയെ? എന്തായാലും പേരിനോട് മാക്സിമം നീതി പുലർത്തിയിട്ടുണ്ടെന്ന് പറയാം. അതായത് മഹാഭാരതത്തിന്റെ അത്രയും പഴക്കമുള്ള പുണ്യപുരാതന തിരക്കഥയും ട്രീറ്റ്മെന്റും മേക്കിങ്ങും ഒക്കെയാണ് സിനിമയ്ക്കുള്ളത്. അഭിനയിച്ച ആരെയും മോശമൊന്നും പറയാൻ ഒക്കുകയല്ല. എനിക്ക് പേഴ്സണലി ധ്യാൻ ശ്രീനിവാസനെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമാ താരമാണ് അദ്ദേഹം എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരനെ പോലെയുള്ള സംസാരം. പുള്ളിക്ക് ഒരു നല്ല പടമെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്ക് കിട്ടുന്നതൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളായതുകൊണ്ടാണ്. പുള്ളി തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഇത്രയും പടങ്ങൾ പൊട്ടിയിട്ടും എനിക്ക് എങ്ങനെ ഇത്രയധികം സിനിമകൾ കിട്ടുന്നത് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? അതെന്താന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ ആർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വള്ളിക്കെട്ടും പുള്ളിയുടെ തലയിൽ തന്നെ വന്ന് വീഴുന്നത്. ഇത്തവണ കിഴക്കൻ തീരം വിജയൻ ചേട്ടനാണ് ധ്യാനിനെ വലയിലാക്കിയിരിക്കുന്നത്. ഇതില് ശരിക്കും 3 പാട്ട്, 3 പാട്ട് കണ്ടുണ്ട്. പാട്ടൊന്നും മോശം പറയാനൊന്നും നോക്കുകയല്ല. ഈ 3 പാട്ടും കൂടി ആൽബം സോങ് ആയിട്ട് മാത്രമായിട്ട് യൂട്യൂബിലെങ്ങാനും ഇറക്കിയാൽ മതിയായിരുന്നു. എടാ വിജയ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഇത് ഞാൻ പറഞ്ഞല്ല, തിയേറ്ററിൽ കണ്ട എല്ലാ ആൾക്കാരും പറഞ്ഞാണ്. ധ്യാൻ ശ്രീനിവാസൻ പിന്നെ കോമഡി ആയിട്ട് ഇതൊക്കെ കരുതി ഇതൊക്കെ പൊട്ടും എന്ന് ഉറപ്പിച്ച് തന്നെ മനഃപൂർവ്വം അഭിനയിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ സീരിയസ് ആയിട്ടാണ് ഇത്തരം പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം. പടത്തിലെ ഏറ്റവും ക്രിഞ്ച് ആയിട്ടുള്ള റോളും അഭിനയവും അദ്ദേഹത്തിന്റേതായിരുന്നു. ധ്യാനിന്റെ കാമുകിയായിട്ട് വരുന്ന ദിവ്യ പിള്ളയാണ്. മോശം പറയരുതല്ലോ. സ്ത്രീ സമത്വം എന്ന നിലയിൽ നായകന്റെയും മറ്റു പുരുഷന്മാരുടെയും ഒപ്പം തന്നെ വില്ലന്മാരെയൊക്കെ ഇഷ്ടം പോലെ ഇടിക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും ഒക്കെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. കൊള്ളാമായിരുന്നു. ഭർത്താവിന്റെ ഇടിയും തൊഴിക്കും പകരമായിട്ട് നല്ല ചൂട് മുരിങ്ങയിലക്കറി വിത്ത് ചാർ അങ്ങേരുടെ ദേഹത്തെറിഞ്ഞു കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്നിട്ട് ഒരു മാസ് ഡയലോഗും പറയുന്നുണ്ട്. അതേടാ, ഞാൻ മഞ്ജുന്റെ പെണ്ണാടാ, അല്ല ഞാൻ മുരുകന്റെ പെണ്ണാടാ. അങ്ങനെ നൈസ്. പക്ഷെ സെന്തിൽ കുമാർ, ഇന്ദ്രൻസ്, ഉണ്ണി ലാലു ഇവരൊക്കെ നല്ല കിടിലം പടങ്ങളിൽ കിടിലൻ റോൾ ചെയ്യുന്നതാണ്. അവരൊക്കെ എന്തിനാണ് ഇതിന് തലവെച്ചതെന്നാണ് മനസ്സിലാവാത്തത്. അമൈറ, സോറി ഞാൻ ചീത്തയൊന്നും പറഞ്ഞല്ല, ഇത് അഭിനയിച്ചൊരു നടിയുടെ പേരാണ് അമൈറ ഗോസ്വാമി എന്നൊരു നോർത്ത് ഇന്ത്യൻ നടിയാണ് ഇതിലെ റസിയ എന്ന വിജയേട്ടന്റെ സ്ഥിരം മുസ്ലിം നായിക റോളിൽ വന്നിരിക്കുന്നത്. നായികയുടെ ലിപ്പ് ഈസ്റ്റ് കോസ്റ്റിലേക്കുള്ള ട്രെയിനിലാണ് കയറിയിരിക്കുന്നതെങ്കിൽ രവിയുടെ ഡബ്ബിങ് വെസ്റ്റ് കോസ്റ്റിലേക്കുള്ള ട്രെയിനിലാണ് കയറിയിരിക്കുന്നത്. വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ ഐ ഡോണ്ട് നോ. ഷൂട്ടിംഗ് നടന്ന ഏരിയയിൽ ബബിൾഗം നല്ല കച്ചവടം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരി ഡയലോഗ് പറയുന്നതായിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി നല്ലതുപോലെ ചവയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയുണ്ട്? സാജു ശ്രീധർ, അബു സലീം, ജിബിൻ ഗോപിനാഥ്, നമ്മുടെ DSRയിലൊക്കെ പുള്ളി എന്ത് കിടുവായിരുന്നു. പിന്നെ വിനീത് തട്ടിലിന്റെ ഇവിടെ ഈടെ സ്പായിലൊക്കെ പുള്ളി പൊളിയായിരുന്നു. സന്തോഷ് കീഴാറ്റൂർ, ബിനു തൃക്കാക്കര, മണികണ്ഠൻ ആചാരി എല്ലാവരും പ്രമുഖരാണ്. ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിച്ചവരുടെ പേരൊന്നും ഞാൻ എടുത്തു പറഞ്ഞ് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൊഡ്യൂസ് ചെയ്തതും നമ്മുടെ കിഴക്കൻ തീരം തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പടത്തിന്റെ നെഗറ്റീവ് വേറെ എന്താണെന്ന് ചോദിക്കരുത്. കാരണം ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തീരുന്നവരെ ഇതിലെന്താണ് പോസിറ്റീവ് എന്നാണ് ഞാൻ ചികഞ്ഞുകൊണ്ടിരുന്നത്. ആകെ എനിക്ക് തോന്നിയ പോസിറ്റീവ്, എന്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അടുത്തുള്ള തിയേറ്ററിലാണ് ഞാൻ പോയി പടം കണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് പെട്രോളിന് വലിയ ചെലവൊന്നും ഉണ്ടായില്ല. പടം കഥയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീണ്ടു വരുന്നു. സുന്ദരി, നമ്മുടെ പൂമകൾ ഫാത്തിമ എന്ന പാട്ട്. ഞാൻ കരുതി ഇങ്ങനെ പാട്ട് കാണിക്കുന്നതിന്റെ താഴെ കൂടെ എൻ ക്രെഡിറ്റ്സ് കൂടി ഇങ്ങനെ എഴുതി കാണിക്കുകയാണെങ്കിൽ പടം തീർന്നു വിചാരിച്ച് നമുക്ക് സമാധാനത്തോടെ ഇറങ്ങി പോകാമല്ലോ എന്ന്. പക്ഷെ അങ്ങനെ കാണിക്കുന്നില്ല. പാട്ട് മുഴുവനും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തോ വലിയൊരു ദുരന്തം ഇനി വരാനുണ്ട് എന്നതുപോലെ. പിന്നെ പാട്ട് തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്റെ നെഫ്യൂ, ചേട്ടന്റെ മോൻ, ഇറങ്ങി അങ്ങ് പോയി. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരും, എന്തോ പടത്തിൽ വരാനുണ്ട് എന്ന്. പക്ഷെ പിന്നെ പാട്ട് മുഴുവൻ ഞാൻ കുത്തിയിരുന്ന് കണ്ടപ്പോൾ അവസാനം ഒരു കിഴക്കൻ തീര ചിത്രം എന്ന് എഴുതി കാണിക്കുക മാത്രമാണ് ഉണ്ടായത്. നല്ല പടവാ, എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണേ. എന്റെ കാശ് മാത്രം പോയാൽ പോരല്ലോ. ആൻഡ് ഇതുപോലുള്ള റെക്കമെൻഡേഷൻ ഒക്കെ കാണാൻ ഇതിലെ ഇനിയും വരണം കേട്ടോ. നമുക്കോ